ആധുനിക ലോകത്തിൻ്റെ മാറ്റങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാതെ തങ്ങളുടെ പുരാതന സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ജനത. ടെക്നോളജിക്കുമപ്പുറം പാരമ്പര്യത്തിൻ്റെ കരുത്തിൽ ജീവിക്കുന്ന ഒരു റിയൽ മാസേ വില്ലേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവിടെ നമ്മൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗൈഡുകൾ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. പിന്നെ വീഡിയോയുടെ അവസാനം മാസായികളുടെ 3 പരമ്പരാഗത ഡാൻസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മിസ് ചെയ്യാതെ അവസാനം വരെ കാണുക. സോ ദിസ് ഈസ് ലിറ്റിൽ ബിഗ് ജേർണീസ് ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ടിൽ നിന്ന് കൂടെ വന്ന ഗൈഡ് അവിടുത്തെ വില്ലേജ് ചീഫിൻ്റെ മകനാണ്. വില്ലേജിലേക്ക് വെറും 10 മിനിറ്റ് യാത്രയുള്ളെന്നും പറഞ്ഞാണ് പുള്ളി നമ്മളെയും കൊണ്ട് നടത്താൻ തുടങ്ങിയത്. ഏത് ക്ലോക്കിലാണ് ഈ നടത്തം 10 മിനിറ്റ് ആയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇത് മൂപ്പനെ കെട്ടിയുള്ളൂ. ഇത് മാസായിലെ കാട്ടിലെ കണ്ണ്. അതെ, വീഡിയോ എടുക്കുന്നതാരാ? കാട്ടിലെ മൂപ്പൻ. നമ്മൾ നടന്നു പോകുന്ന വഴി അവരുപയോഗിക്കുന്ന ഓരോ ഇലകളും ചെടികളും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തിയാണ് അവർ പോകുന്നത്. This one is very soft and also when it is hot, it is cold. So sometimes you can just put to the face. You just try. Can you try? Just try. Yeah, like that. Yes. Also, if you want, we use like a toilet temporary. You understand? Yeah. So this one we use for like a toilet paper. സോഫ്റ്റ് വൺ. Yeah. So we use for like toilet paper. ഓ, ചന്തിക്ക് തണുപ്പ് കിട്ടാൻ. ഞാൻ വീഡിയോ എടുക്കുവാണല്ലേ. തണുപ്പ് ആഡാണോ? മാസായിമാരെ ടോയ്ലറ്റ് പേപ്പർ എടുത്ത് കവള് തൂക്കുന്ന ഷെല്ലൂട്ട്. So we have in the village you have a big blacksmith, yeah? Yeah. That's what we use to make this one. Right. Also we get a blacksmith in the border of Kenya, Tanzania. Oh, okay. And my father is the chief. Oh, yeah. So he's come and start to do that. Okay. Yeah. So who is the chief? My father. Your father is the chief. Oh. I'm the son of the all Maasai village. Yeah. So I'm the son of the chief. All right. So we proceed. Yes, please. Yep. So how did you learn to speak We have fluent English and all? We have a community school down there. That's where we learn English. All right. അവിടെ അടുത്തുള്ള കമ്മ്യൂണിറ്റി സ്കൂളിൽ നിന്നാണ് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത് മാത്രമാണ് കാരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടൂറിസ്റ്റുകളായിട്ടുള്ള ഡെയിലി ഇന്ററാക്ഷൻസിലൂടെയാണ് അവർ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബിൽഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് All with the 2 fingers, yeah. Then you just start to. ഗൈഡ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത് കല്യാണം അതുപോലെയുള്ള അവരുടെ സെറമണീസിൽ യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ്. See? Yeah. Become prepared. Do. Don't worry. രണ്ട് വിരലിട്ട് പോലെ. അതന്നെ വേറെ റെഡ്. നമ്മുടെ മൈലാഞ്ചി പോലെ അല്ലേ? So who get this one? We're going to guess this one. What is this? Use for you design? No. This is a henna. Black henna. Yes. Yeah. This is a Natural hand. yeah. So Masai we use everything for that. ഇവളുടെ മൊത്തം The other. When you have like any ceremony or a wedding in the village, for the boys we make here, or all the head, and the ladies put here. Yeah. Yeah. Fine. Yeah. So when I ask you the question later, you remember it? Yeah, sure. I will do that later. മൃഗങ്ങളിൽ നിന്നുള്ള സേഫ്റ്റിക്ക് വേണ്ടി മാസായികൾ ഉപയോഗിക്കുന്ന കുന്തവും കൊണ്ടുപോകുന്ന ഒരു ചെറുക്കനെയാണ് ഗൈഡ് ഇപ്പോൾ നമ്മളെ കാണിച്ചത്. Yeah, that's we use for the killing the lions sometimes. When they eating almonds. Like So you are allowed to hunt lion? Not now. Not now. Not anymore. Not in Kenya. Termite, when it is don't have rain, they just start to go inside. So for ഈ example, കാണുന്ന വലിയ ചിതൽപുറ്റ് മാസായിമാരുടെ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റമാണ്. ഈ പുറ്റിൽ നിന്ന് ചിതലുകൾ കൂട്ടത്തോടെ പുറത്തേക്ക് വരാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ മഴ പെയ്യും എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. so in the village, for every Maasai village there must have a medicine. So is one of the common teachers. ഗൈഡ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൺകുട്ടികളെ കാട്ടിലേക്ക് വിടുന്നതിനെ കുറിച്ചാണ്. ഒറ്റയ്ക്കല്ല അവർ പോകുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ്. ഗ്രൂപ്പ് ഓഫ് 20 ബോയ്സ്. 2 മുതൽ 3 വർഷം വരെ മാസായി വാറിയേഴ്സ് ആകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ഇവരെ കാട്ടിലേക്ക് വിടുന്നത്. അവിടെയാണ് അവർ ഹണ്ട് ചെയ്യാനും വെള്ളം കണ്ടുപിടിക്കാനും പശുക്കളെ മേയ്ക്കാനും
അങ്ങനെയുള്ള സർവൈവൽ സ്കിൽസും പോരാത്തതിന് അവരുടെ ട്രഡീഷണൽ മെഡിസിൻസും എല്ലാം പഠിക്കുന്നത് അവിടെയാണ്. ഈ ട്രെയിനിങ്ങിനിടയിൽ തന്നെയാണ് തീപ്പെട്ടി പോലെയുള്ള യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ലാതെ എങ്ങനെ തീയുണ്ടാക്കണമെന്നും അവർ പഠിക്കുന്നത്. We have 2 special woods. That's where we used to make the fire. So later I'll go and explain you everything. Alright. And show you. To get the wood, so this one first. Yeah. So these are 2 woods we used to get the fire from. So Okay. this one we call it the sandpaper tree, Yeah. and this one we call it the cedar tree. Okay. Cedar. So this one is hard and this one is soft. Oh, okay. So this one will just be found on the hill. Yeah. This one will just be get around here. All right. So not any other wood we used to get the fur from. We have 2 special woods. That's how we used to get the fur from. Okay. Also, I've used this hole, and so when the fire is ready, Yeah. we just be make a new one when the yeah. hole is finished. Okay. Also, we are just be pressured. Right. Also, we just make the fire like a teamwork because it's not easy. Sometimes you get some blazers, Yeah, blisters on. but that's a work for the men, not for the ladies. All right. Also, when the fire is ready, we transfer to this. Yeah. This is the back of the cedar. All right. So when the fire is ready, we transfer to the back of the cedar, Yeah. and also we start to blow the fire, and the fire come to big. തീപ്പെട്ടി പോലും ഇല്ലാതെ കാട്ടിൽ വെച്ച് എങ്ങനെ തീയുണ്ടാക്കാമെന്നാണ് നമ്മളെ ഗൈഡ് കാണിക്കുന്നത്. ഇതിനായി 2 തരം തടികളാണ് ഇവരോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ഹാർഡ് വുഡും മറ്റേത് സോഫ്റ്റ് വുഡും. ഇതിൽ താഴെ വെച്ചിരിക്കുന്നത് സിഡാർ ട്രീയുടെ സോഫ്റ്റ് വുഡാണ്. അതിലേക്ക് സാൻഡ് പേപ്പർ ട്രീയുടെ ഹാർഡ് വുഡ് വടി വെച്ച് റോൾ ചെയ്ത് കനലുണ്ടാക്കിയാണ് ഇവർ തീ ഉണ്ടാക്കുന്നത്. So the fire is ready. Yeah. So transfer to the back of the cedar. ഇങ്ങനെ റോൾ ചെയ്തുണ്ടാക്കുന്ന കനലുകൾ അത് സിഡാർ ട്രീയുടെ തന്നെ ഉണങ്ങിയ തൊലിയിലേക്ക് മാറ്റി ഊതിയാണ് തീ കത്തിക്കുന്നത്. Wow. Wow. Barbecue. What do you want for barbecue? Chicken. Rabbit chicken or goat? One goat. Termite. You know termite? ഇപ്പം നമ്മളോട് ഗൈഡ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ എല്ലാ 9 വർഷം കൂടുമ്പോഴും അവർ വില്ലേജ് പൊളിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പണിയും. അതിന് കാരണമായിട്ട് പറയുന്നത് ചെതലിന്റെ അറ്റാക്കാണ്. പക്ഷേ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിതലുകൾ മാത്രമല്ല ഇവരെ ഓടിക്കുന്നത്. വർഷങ്ങളോളം ഒരേ സ്ഥലത്ത് തന്നെ 100 കണക്കിന് പശുക്കളെയും ആടുകളെയും പാർപ്പിക്കുമ്പോൾ അവിടുത്തെ ചാണകവും അവശിഷ്ടങ്ങളും ഒരുപാടാകും. അത് മാറ്റുക എന്നൊരു കാര്യം വളരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അവരുടെ ഒരു നാച്ചുറൽ ക്ലീനിങ് പ്രോസസ്സാണ് ഈ മാറിത്താമസം. അതുമാത്രമല്ല, വില്ലേജിന് ചുറ്റുമുള്ള പുല്ലുകളെല്ലാം പശുക്കൾ തിന്നു തീർക്കുമ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി അവർക്ക് പോയേ പറ്റൂ. He wants to try. അങ്ങനെ അവർ തീയുണ്ടാക്കുന്ന രീതിയെല്ലാം കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങളിൽ ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചു. ഗൈഡ് ചോദിച്ച താമസം ഇപ്പൊ തന്നെ തീയുണ്ടാക്കി കളയാന്നും പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് സോണിയും ഷായച്ചേട്ടനും ചാടി പുറപ്പെട്ടു. If no fire, no dinner. അപ്പൊ നമ്മുടെ 2 ധീരന്മാർക്ക് ഇന്ന് ഡിന്നർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കിയാലോ. Come on, help. ചുമ്മാ വരച്ച ഞെക്കി വരക്കണം തോന്നുന്നു. താഴോട്ട് അമർത്തി വരക്കണം. Do the motion downwards. ഇല്ല, പുക വന്നുണ്ട്. ഓക്കെ ആയി, പുക വന്നു. ഞങ്ങക്ക് ഡിന്നർ ഓക്കെ ആയി. നമ്മുടെ ധീരന്മാരുടെ ദയനീയാവസ്ഥ കണ്ട് നമ്മളെ മാസായി വന്ന് സഹായിച്ചെങ്കിലും നമ്മുടെ സർവൈവൽ സ്കിൽസ് 0 ആയതുകൊണ്ട് നമ്മളിവിടെ അടപടല മൂഞ്ചി. So now the cows they start to come back to the home. Okay. This is our cows now. Yeah. Start to come back to the.
അങ്ങനെ നേരെ ഇരുട്ടാറായതോടുകൂടി മേയ്ക്കാൻ കൊണ്ടുപോയ പശുക്കളെല്ലാം വില്ലേജിലേക്ക് തിരിച്ചെത്തി തുടങ്ങി. ഈ സമയത്താണ് ഗൈഡ് ഞങ്ങളെ വളരെ കൗതുകമായിട്ടുള്ളൊരു കാര്യം കാണിച്ചത്. ഈ കാണുന്ന പശുക്കളുടെ എല്ലാം മുതുകത്ത് വലിയ ചില അടയാളങ്ങൾ കാണാം. ചൂടുള്ള അച്ച് വെച്ച് പൊള്ളിച്ചുണ്ടാക്കിയ ബ്രാൻഡിങ് മാർക്കുകളാണിതെല്ലാം. ഇതുകൂടാതെ ചില പശുക്കളുടെ ചെവിയും മുറിച്ചിട്ടുണ്ട്. 100 കണക്കിന് പശുക്കൾ ഒരുമിച്ച് കിടക്കുമ്പോൾ ഇത് ഏത് വീട്ടുകാരൻ്റെ പശുവാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്നത്. മാസൈകൾ പശുക്കളെ വളർത്തുന്നത് പാലിനും ഇറച്ചിക്കും പിന്നെ തൊലിക്കും വേണ്ടിയാണ്. Who is looking after the cows then? That's the work for the men only. Okay. So is someone behind them then? We can wait them. Alright. So we have the cows for the milk and for the meat. Also for the skin. You know the skin for Skin the for the we use for like for the sleeping. mattress. Yeah. Bed. They sleep with the same way. തൊട്ടടുത്ത് തന്നെ ആടുകളെയും പശുക്കുട്ടികളെയും പാർപ്പിച്ചിരിക്കുന്ന മറ്റൊരു കൂടാരവുമുണ്ട്. പക്ഷേ ഇതൊരു സാധാരണ കൂടല്ല. മുകളിലും താഴെയും കമ്പിവേലികൾ കൊണ്ട് ശക്തമായി മറച്ച ഒരു കൂടാണിത്. അതിന് വ്യക്തമായ ഒരു കാരണം കൂടിയുണ്ട്. രാത്രിയായാൽ ഈ ഭാഗത്ത് പുള്ളിപ്പുലികളും ചീറ്റപ്പുലികളും വരാൻ സാധ്യതയുണ്ട്. അവ മുകളിലൂടെ ചാടി വീണി കുഞ്ഞുങ്ങളെ ജീവനോടെ പിടിച്ചുകൊണ്ട് പോവാതിരിക്കാനാണ് മാസൈകൾ ഇത്രയും സുരക്ഷിതമായ ഒരു കമ്പിക്കൂട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. But you know something like a leopard and a cheetah, they cannot be hunt the cows. Yeah. It just be looking only because the small one. That's the same the age. And with the ഇതാ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് മാസായി വില്ലേജിന്റെ ഒത്ത നടുവിലാണ്. ചുറ്റും വട്ടത്തി ഇവരുടെ മൺവീടുകളും അതിന്റെ കൃത്യ നടുവിലായി പശുക്കളെ രാത്രി പാർപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഈ ഒരു വലിയ സ്ഥലവും. Oh yeah. yeah, we cut the ears. So this is one family? I know. Listen to me. Yeah. You see this the lady? Yeah. You see the ears? Yeah. We cut the ears. Yes. So, ears. ഗൈഡ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയുടെ ചെവി പിച്ചാത്തി കൊണ്ട് മുറിച്ച് 2 സൈഡിലും കമ്മലിടുമെന്നാണ്. ഈ കാണുന്ന ഫോട്ടോയിലെ പോലെ. To become big one. But we use the knife, huh? Knife to cut the. So if you see any Maasai that be cut the ears, Yeah. that's the first born of the family, first child. For all boys, for boys and girls. Boys We and do girls. that. Yeah, we do that. Okay. So you are the younger one? No, I'm not the first one. You are not the first one. Between. That's why. Because I'm not the cut the ears. നമ്മുടെ ഗൈഡ് ഇപ്പോൾ തലയിലോട്ട് വെക്കുന്നത് സിംഹത്തിന്റെ രോമം കൊണ്ടുണ്ടാക്കിയ പരമ്പരാഗതമായ ഒരു തൊപ്പിയാണ്. ഗൈഡ് നമ്മളോട് മുന്നേ പറഞ്ഞതുപോലെ 15 വയസ്സായ കുട്ടികളെ സർക്കംസിഷൻ ചെയ്തതിന് ശേഷം കാട്ടിലേക്ക് 3 വർഷത്തേക്ക് അയക്കുന്നു. ഈ പോകുന്ന 3 വർഷ കാലയളവിൽ അവർ സിംഹത്തെ വേട്ടയാടുമെന്നും ആ സിംഹത്തിന്റെ രോമം കൊണ്ടുണ്ടാക്കിയ തൊപ്പിയാണിതെന്നുമാണ് പറയുന്നത്. ഇന്ന് കെന്യയിൽ വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കടുപ്പമാക്കിയതുകൊണ്ട് ഇവർ സിംഹങ്ങളെ വേട്ടയാടാറില്ല. വില്ലേജിൽ പാരമ്പര്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന പഴയ കിരീടമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചരിത്രപരമായി സിംഹത്തിന്റെ ഇറച്ചി ഇവർ ഉപയോഗിക്കാറില്ല. ഈ രോമം കൊണ്ടുണ്ടാക്കിയ കിരീടമാണ് ഇവർ അന്തസ്സോടെ തലയിൽ വെക്കുന്നത്. And we kill the lion because of the skin. We cannot eat the... Yeah, all the boys is 15. But we are going like a group of 20 boys. And also when you are going to the jungle, we must be with the... എന്തായാലും ആ കിരീടം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് വില്ലേജിന്റെ മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ കുറെ മാസായി കുട്ടികൾ ഇരുന്ന് ഇംഗ്ലീഷ് എഴുതി പഠിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. Okay, plan make their own food. Good. ഇനി നമുക്ക് മാസായികളുടെ ഒരു വീട് കാണാം. Oh, the ladies build the houses. Yeah. All right. But also the... മാസായി വില്ലേജുകളിൽ ആണുങ്ങളല്ല മറിച്ച് സ്ത്രീകളാണ് ഈ വീടുകളെല്ലാം പണിയുന്നത്. കമ്പും കോലും എല്ലാം വെച്ച് ഒരു ബോർഡർ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ ചെളിയും ചാണകവും കൂട്ടി മിക്സ് ചെയ്ത് തേച്ചാണ് അവർ ഈ ഭിത്തികൾ ഉണ്ടാക്കുന്നത്. Can I take video? So the house consists of 3 rooms. Right. This is the window. Oh, that's the window. Yeah, but we don't make bigger because of mosquito. Oh, okay. And during the night we close with small piece of cloth Yeah. to prevent mosquito to get inside of the house. All righty. The house is waterproof, Okay. so the rain cannot get inside of the house. Yeah. We put plastic bag, Yeah. grass, and clay soil and cow dung. Cow dung. All right. And the wall are made of sticks. What's it made of? Sticks. Ah, okay. And we smear the wall with clay soil and cow dung. Ah, okay. The outer part and the inner for insulation. Right. Yeah. So this is seed from acacia. Yeah, this one. Right. So we polish and we put the
അങ്ങനെ വീടൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് വില്ലേജ് വിസിറ്റിന്റെ ലാസ്റ്റ് കളി തുടങ്ങിയത്. സിംഹത്തിന്റെയും പുലിയുടെയും പല്ലാണെന്നൊക്കെ പറഞ്ഞാണ് ഓരോന്ന് വിൽക്കാൻ നോക്കുന്നത്. ഒട്ടും വിശ്വസനീയമായി തോന്നാത്തത് കൊണ്ട് തന്നെ അതൊന്നും നമ്മൾ വാങ്ങിയില്ല. Three types of the dance. The first dance is our welcoming dance for you. വെൽക്കം ദാൻ. ഓക്കെ. The second dance, that's we go around. അങ്ങനെ ഒടുവിൽ നമ്മൾ ഈ മാസായി വില്ലേജ് വിസിറ്റിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് മാസായികളുടെ 3 തരം പരമ്പരാഗത നൃത്തത്തെക്കുറിച്ച് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു തരുന്നത്. അതിൽ ആദ്യത്തേത് അതിഥികളെ സ്വീകരിക്കുന്ന വെൽക്കം ഡാൻസ്, രണ്ടാമത്തേത് വിജയം ആഘോഷിക്കുന്ന വിക്ടറി ഡാൻസ്, മൂന്നാമത്തേത് അവരുടെ ഏറ്റവും പ്രശസ്തമായ ജമ്പിംഗ് ഡാൻസ് അടുമു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ മാസായി വില്ലേജ് വിസിറ്റിലെ വിശേഷങ്ങൾ. കണ്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അവസാനമായി ആഫ്രിക്കൻ താളത്തിനൊപ്പം മാസായികളുടെ ആ ട്രഡീഷണൽ ഡാൻസും കൂടെ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ആ നടുക്കുടി ചാടിപ്പോണ സാധ്യത എടുത്തോളെ. My friend, come. Kevin, take me photos. Okay. അങ്ങോട്ട് പോലെ പോടാ. So now we take